சொந்தங்கள் அனைவருக்கும் வணக்கம்ங்க. நான் இன்றைக்கி ஒரு வீடியோ எடுத்தேங்க. பாருங்கள் எப்படி இருக்குன்னு நீங்கள் தாங்க சொல்லணும். കാവിലെ കരിമുള്ളൂ പോയാ നേരം പോയല്ല കാവിലെ കരിമുള്ളൂ പോയാ നേരം പോയല്ല கழிஞ்செல்லாம் செய்யும் தீர்ந்துலாம் செய்யும். ஆமாங்க பாருங்க, எல்லாரும் வீட்டில் உள்ள ஃபேமிலி எல்லாரும் அடைக்க பாருங்க. இதுதாங்க இதுதான் பாடியிருக்காங்க. பரவாயில்லைங்க, இவ்வளோ திறமை இருக்குது ஒரு பிள்ளைங்களுக்கு இல்லையா? உண்மைதானங்க? கண்டிப்பாக. ஆமாம், லைக் செய்யணுமா, கமெண்ட் பண்ணுவாங்க. ஓகே. எங்கே வந்து பாயேன் അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ, വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ മയവേ സ്വന്തമേ എന്നുമെൻ സ്വന്തമേ. കിളിയെ തത്ത കിളിയെ കൊഞ്ചി പറന്നൻ കൂട്ടിലെത്തൂലേ, നിറയെ ചിങ്ങിച്ചിടാനും കൊതിയാ കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിൽ ഒളിക്കും നാണം എന്താണ് പുലരെ മുത്തിപ്പുലമെന്നറിയാ. அம்மா அப்பா வியாபாரத்து பண்ணுற வீடியோ போட்டிருக்கு பாருங்கம்மா. என் பாத்திரம் அங்கே இருக்குது. வியாபாரத்துக்கு வந்த இடத்துல தான் சாதாரணமாக வியாபாரத்துக்கு வந்த இடத்துல பார்த்தீங்கன்னா இந்த சின்ன பிள்ளைங்க வந்து பாடி இருந்தாங்க. வியாபாரத்துக்கு வந்த இடத்துல பார்க்க நல்லா சவுண்டு நல்லா சூப்பராக இருந்துச்சு. அதனால் நான் வீடியோ எடுக்கிறேன் அப்படின்னு சொன்னேன். சரின்னு உட்கார வச்சு அவங்க ஃபேமிலியோட எல்லோரும் உட்காந்து தான் பாடுங்க அப்படின்னு. சரி பாடி தரேன், நீங்கள் வீடியோ எடுங்க அப்படின்னாங்க. இப்போ பாட போகிறாங்க பாருங்கள். ஓகேவா? பாருங்கள். பாடுங்க பாப்பா. മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ആര കൺമുയൽ ഇന്നു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിയലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി ദൂരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. ചാലക്കൊടുത്തുള്ളൊരാൾ ജലത്തും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മെയ് പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി തളിയാടി വളര് വളര്. എത്ര സൂപ്പറായിട്ട് അവർ പാടുന്നു നോക്ക് ശ്രീജിത്ത്. ഉയർന്നു വാ കഥകളെ നീ ഉയച്ചു വാ, ഉയർന്നു വാ ഉയർന്നു വാ കഥകളെ നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയായി നീ, തൊട്ടു തലോടിക്കൊണ്ട് കണ്ടില്ലേ നൊമ്പരം മാറ്റിടുവാൻ. ആകാശ നക്ഷത്രങ്ങൾ ദിക്കെല്ലാം തെറ്റാതെ കാട്ടിത്തരും, മോറും നിരച്ചകറ്റാൻ നീ എന്നും മുന്നിൽ തെളിഞ്ഞു തരും. നീ എന്നടുത്തടുത്ത് മണ്ണൊരു കാടാക്കി മാറ്റിത്തരും കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ നീ പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. தீர்ந்துலாம் ஜெய். சூப்பருங்க. பார்த்தீங்களா அந்த பாப்பா 3 பாப்பா எவ்வளோ அழகாக படிக்கிறாங்க இல்லையா? உண்மைக்கு நல்ல திறமை இருக்குது. சரிங்களா? நீங்கள்
ஆமாம், இந்த பாட்டு வந்து இந்த குழந்தைக்கு தான் பொருத்தமாக இருக்கும் இல்லை? ചെറിയ കുട്ടികളെ അല്ലേ? ഈ ചെറിയ എന്താ ഇല്ല, ഈ ചെറിയ മക്കളെ വെച്ച് കറക്റ്റായിട്ട് ഈ പാട്ട് ചേരും അല്ലേ? ഈ മക്കൾ വേണ്ടി കറക്റ്റായിട്ട് പാട്ട് ചേരും അല്ലേ? അത് പാടിയ പാട്ടാ? അതാണ് ഇവർ പാടിയത്. അത് ശരി. വൈക്കം വിജയലക്ഷ്മി തമിഴിലൊക്കെ ഉണ്ട്, പാടിയിട്ടുണ്ട് കുറേ പാട്ട്. ഞങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇങ്ങനെ വീഡിയോ കാണുന്നുള്ളൂ. ഞങ്ങൾക്ക് ഈ ലോകത്തുള്ളൊന്നും പിന്നെ പോകാനുള്ള ഇതൊന്നുമില്ല. അപ്പൊ ഇങ്ങനൊക്കെ യൂട്യൂബിലൊക്കെ കാണുന്ന വീഡിയോ ഞങ്ങള് ഇങ്ങനെ കണ്ട് ചിരിക്കും. ഇപ്പൊ സന്തോഷമാണോ? അത് ശരിയാണ്. പക്ഷെ വേറെ എന്താണെന്നറിയോ, ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഞാൻ എടുത്ത് വിടുന്നുണ്ട്. ഇപ്പൊ പാട്ട് പാടാൻ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ പാടിക്കൊണ്ടെന്ന് ഞാൻ കേട്ടു. നിങ്ങൾ പാടാൻ സമ്മതിച്ചു. ഓക്കെ, പാട്ട് ഞാൻ പാടിത്തരാൻ നിങ്ങൾ വിടുന്നു പറഞ്ഞു. ഇപ്പൊ എല്ലാ ആൾക്കാരും എത്ര ആൾക്കാർ കണ്ടിട്ട് ചിലപ്പോൾ നിങ്ങൾ ഇവർ മൂന്നാളും കൂടി ചിലപ്പോൾ പാടാനൊക്കെ വിളിക്കുമോ നോക്കാം കേട്ടോ. എങ്ങനെയാണ് അല്ലേ? എന്തായാലും ചിലപ്പോൾ നിങ്ങൾ ഫേമസ് ആയില്ലേ, എല്ലാവരും പാടിയത് നിങ്ങൾ കേട്ട് സന്തോഷിച്ചു. ഇപ്പൊ നിങ്ങൾ പാടിയത് ഇവിടെ തറവാട്ടിലല്ലേ താമസിക്കുന്നത്. കൂട്ടുകുടുംബായിരിക്കുമ്പോ മക്കളൊക്കെ ഇരിക്കുമ്പോ സന്തോഷാണ്. അങ്ങനല്ലേ? ശരി, ഓക്കെ. ഞാനിപ്പോ കച്ചവടത്ത് വന്നതാണ്. കച്ചവടത്ത് വന്ന സ്ഥലത്ത് ചേട്ടായിനെ കണ്ടപ്പോ ഞങ്ങള് യൂട്യൂബ് ചെയ്യുന്ന ചേട്ടായിയാണ്. അപ്പൊ ചേട്ടായിന്റെ വീഡിയോ കണ്ടപ്പോ ഞങ്ങള് എങ്ങനെയുണ്ട്? സൂപ്പർ ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ സൂപ്പർ പറയൂല. നല്ല സൂപ്പറാണ്. ചിരിക്കാനുള്ള വിറ്റുണ്ട്, പിന്നെന്താ പറയാ, ഡാൻസ് ഉണ്ട്, പാത്ര കച്ചവടം ഉണ്ട്. ഞങ്ങൾ ഇന്നൊരു ബക്കറ്റ് വാങ്ങിച്ചു. അപ്പൊ ചേട്ടായി മഴ ആയതുകൊണ്ട് ഇവിടെ ഇരുന്നു. അപ്പൊ ഞങ്ങള് കുറച്ചു നേരം വീഡിയോ ചെയ്തു. അതിന്റെ ഇടയ്ക്ക് മക്കള് പാടി, മക്കളിടയ്ക്ക് പാടി. അതിന്റെ ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞു നല്ല പാടിക്കൊണ്ടിരുന്നത്. മക്കൾ മൂന്നാൾ ഇരുന്നിട്ട് സാധാരണ പാടിക്കൊണ്ടിരുന്നതാ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ ഏതായാലും എടുക്കട്ടെ എന്ന് പറഞ്ഞു. എടുക്ക് ചേട്ടൻ നമ്മൾ പാടിത്തരാന്ന് പറഞ്ഞിട്ട് എടുത്തല്ലേ. ലോകത്തുള്ള എല്ലാവർക്കും ഞങ്ങളെ കാണാം. ഒരു സന്തോഷം അല്ലേ? അറിയാത്തവരൊക്കെ ഞങ്ങളെ കാണാം. ഞാൻ സ്ഥിരം ഇവിടെ വരുന്നതല്ലേ കച്ചവടത്തിന് അല്ലേ? ചേട്ടാ ഇവിടെ സ്ഥിരം വരുന്നതാണ്. പാത്രം കൊണ്ട് പാത്രമുണ്ട്, പഴയ സാധനമൊക്കെ എടുക്കൂ. ഓക്കെ, എല്ലാവരും കാണാം, അവരും കാണും. ഞാൻ വീഡിയോ ഇത് വന്ന് പിന്നെ കൈനെടുത്ത് இன்னொன்று பார்த்தீங்கன்னா கைநெடுத்து எப்போ வந்தாலும் இதான் நம்ம சேச்சி அவங்ககிட்ட தான் கைநீட்டை வாங்குவேன். சரிங்களா? கைநீட்டை வாங்கியிருக்கேன். என்ன கைநீட்டம் கொடுத்தாங்கன்னா பித்தாளை விளக்கு ஒன்று கொடுத்துருக்காங்க, சின்ன ஒரு விளக்கா கொடுத்தாங்க. சரிங்களா? அது கைநீட்டம் வாங்கிட்டு இங்கே நிற்கும்போது ஒரு பக்கெட் எடுத்தாங்க. பக்கெட் நான் எப்போயும் வர்ற வீடு தான். ஓகேவா? இவங்க வந்து எங்கன்னு பார்த்தீங்கன்னா இது எந்த இடம்? വയനാട് കുപ്പാടി കോളേജ് കുപ്പാടി എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഇത്. കോളേജ് പേര് വെള്ളായിക്കുഴി കോളേജ്. കണ്ടോ? ഇനി എല്ലാവരും കൂടെ ചിലപ്പോൾ 3 വീട്ടിൽ പാടാനൊക്കെ വിളിക്കും. കോളേജ് എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വിളിക്കും. ഓക്കെ, നമ്മൾ നോക്കാം ഏതാണ്. വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ആൾക്കാർ കാണുമല്ലോ. എന്തായാലും ഒരു 10 ആൾക്കാരും കാണുമല്ലോ. ശരി, ഏതെല്ലാം നോക്കട്ടെ. ഓക്കെ, ബൈ ബൈ ബൈ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ. உன் அப்பாவை பார் மகளே பார். പായലൊരു പറ നെല്ലുമളന്നു കാതു കുത്താനെപ്പം വരും നിന്റെ അമ്മാവന്മാര് പൊന്നു. കാതു കുത്താനെപ്പം വരും നിന്റെ അമ്മാവന്മാര് പൊന്നു. அவ்வளோதான், முடிஞ்சிருச்சா? ഓ, ഫോട്ടോ എടുത്ത് മതി രവിയാനാ. എല്ലാം സൂപ്പർ, നന്നായിട്ട് പാടുന്നത്. ഭയങ്കര വളരെ ഇഷ്ടമായി കേട്ടോ. அத்தனை உள்ள பாருங்க, அவ்வளோதான்ட்டாங்க. சரி, ஓகே. இவ்வளோ தூரமாக நமக்கு இல்லை திறமை இருக்குங்க. உண்மைக்கு நிறைய பேருக்கு திறமை இருக்குது. சரிங்களா? அது இதெல்லாம் பார்த்தீங்கன்னா கண்டிப்பாக இது வயநாட்டில் உள்ள பாட்டு ஃபேவரட் பாட்டு. ஓகேங்களா? அது ஃபுல்லாக நிறையா இருக்குது. அவங்க வெக்கப்படுறாங்க. இருந்தாலும் நிறையா ஒரு பெரிய வீடியோ வரும்போது நான் விடுறேன். ஓகேவா? சரிங்க, பாய் சொல்லுங்கள். லைக் பண்ணுங்கள், ஷேர் பண்ணுங்கள். ஓகேங்க. அவங்களுக்கு நல்ல பாட்டு திறமை இருக்கு, பாடுறாங்க. நமக்கு பார்க்குற திறமை இருக்கு, பார்ப்போம். அவங்க பாடுறத நாங்கள் பார்த்துக்கிட்டு தான் இருக்கோம். சும்மா இல்லை, குடும்பத்தோட நின்றுக்கிட்டு பார்த்துட்டு இருக்கோம். வாவ், பார்க்குறவங்க நின்றுக்கிட்டு பார்த்துக்கிட்டு இருக்காங்க. ஆனால் பாடுறவங்கள உட்காந்துட்டு பாடுறாங்க. அதாங்க ஹைலைட்.